നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ദ്രോണന്റെയും ഭീഷ്മന്റെയും അതേപോലെ തന്നെ കർണന്റെയും മറ്റെല്ലാ മഹാരഥന്മാരുടെയും സഹായം ഉണ്ടാകണം. അവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ അവരുടെ സഹായം കൊണ്ട് പ്രയോജനവുമുള്ളൂ. ഏതേഷു വിജിതേഷ്വദ്യ ഭവിഷ്യതി മഹീമമ. ഇവരെല്ലാം ജയിച്ചു കഴിഞ്ഞാൽ, ഈ പാണ്ഡവന്മാരെ മുഴുവൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമി മുഴുവൻ എന്റേതായി തീരും. ഇനി മറ്റു രാജാക്കന്മാരെ ജയിക്കാൻ വേണ്ടിയിട്ട് സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് ഞാൻ ലോകമെമ്പാടും പോകേണ്ട കാര്യമില്ല. പാണ്ഡവന്മാര് ഈ രാജസൂയജ്ഞം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ആരംഭമായിട്ട് ദിഗ്വിജയം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകം മുഴുവൻ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ജോലി എളുപ്പമാണ്. പാണ്ഡവന്മാരെ മാത്രം ജയിച്ചാൽ മതി. അതാണ്, അവരെ ജയിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ എനിക്കധീനമായി തീരും. ഇപ്പോൾ പാണ്ഡവന്മാരെ ആദരിക്കുന്ന പൂജിക്കുന്ന രാജാക്കന്മാരും മനുഷ്യരും എല്ലാവരും എന്നെ പൂജിക്കാനായിട്ട് ആദരിക്കാനായിട്ട് തുടങ്ങും. സർവേ ച പൃഥിവീപാലാഹ സഭാസാച മഹാധന. മുഴുവൻ രാജാക്കന്മാരും എനിക്ക് വശകരായി തീരും. എന്ന് മാത്രമല്ല, ആ സഭയുണ്ടല്ലോ, സഭാഗൃഹം, മയൻ യുധിഷ്ഠിരന് വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നതായ സഭാഗൃഹം, അതും എനിക്ക് വശമായി തീരും. ആ സഭാഗൃഹം അങ്ങേയറ്റം കമനീയമാണ്, അങ്ങേയറ്റം ലോഭനീയമാണ്. അതും എളുപ്പത്തില് എനിക്ക് വശമായി തീരും. അതുകൊണ്ട് എന്റെ തീരുമാനം ഇതാണ്: പാണ്ഡവന്മാരെ തോൽപ്പിക്കണം. അതിന് അമ്മാവന്റെ സഹായം ഉണ്ടാകണം. അങ്ങ് പറഞ്ഞതായ എല്ലാ വീരന്മാരുടെയും സഹായം ഉണ്ടാകണം. എന്റെ തീരുമാനത്തിന്, പാണ്ഡവന്മാരെ തോൽപ്പിക്കുന്നുള്ള തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല. അതാണ് കാമയേഷ ക്രോധയേഷ രജോഗുണ സമുദ്ഭവ. ശ്രീകൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് ഗീതയിൽ പറഞ്ഞു വെച്ചല്ലോ, ക്രൂരകർമ്മങ്ങൾ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്തൊക്കെയാണ്? കാമവും ക്രോധവും. അത് മനുഷ്യന്റെ ഉള്ളില് അരുതാത്തതായ ചിന്തകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ വളർത്തിവിടുന്നു. അരുതാത്തതായ മാർഗങ്ങളിലൂടെ പദ്ധതികൾ തയ്യാറാക്കപ്പെടുന്നു, അത് പ്രാവർത്തികമാക്കപ്പെടുന്നു. അതിന്റെ ഫലമായിട്ട് മറ്റുള്ള ആളുകൾക്കും ആ മാർഗം പിന്തുടരുന്ന, അതിനെ തെറ്റിനെ പ്രവർത്തിപ്പിക്കുന്ന ആളുകൾക്കും ഭയങ്കരമായ വിപത്തുണ്ടാകും. ഇത് മുഴുവൻ ചെയ്യുന്നത് അവരുടെ എല്ലാം ആസുരീ സമ്പന്നന്മാരുടെ എല്ലാം ഉള്ളിലിരിക്കുന്ന പരിധിയില്ലാത്തതായ കാമവും ക്രോധവുമാണ്. ആ കാമവും ക്രോധവും അനുനിമിഷം വർദ്ധിക്കും. അതിനെ നാം എത്ര കണ്ട് തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമോ അതിനനുസരിച്ചിട്ട് അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്ന് മാത്രമല്ല, ഭയങ്കരമായ പാതകങ്ങൾ അത് ചെയ്യിക്കുകയും ചെയ്യും. ദുര്യോധനന്റെ കാമക്രോധാദികൾ, ദുര്യോധനന്റെ ദംഭ അസൂയാദി അജ്ഞാനാദി ഈ വികാരങ്ങളോടൊപ്പം ചേർന്ന് ഭയങ്കരമായ ചിന്തകളെ ദുര്യോധനന്റെ മനസ്സിലുളവാക്കി ശകുനിയെ പരിപൂർണമായിട്ട് നിർബന്ധിക്കാനുള്ള വഴിയൊരുക്കുകയാണ്. ദുര്യോധനൻ ഒരു തരത്തിലും തന്റെ ഉപദേശങ്ങൾക്ക് വഴിപ്പെടില്ല എന്ന് ശകുനി മനസ്സിലാക്കി. അത്രയും ശക്തിയോടുകൂടി ദുര്യോധനൻ തന്റെ ഇഷ്ടത്തിൽ പിടിച്ചു നിന്നപ്പോ ശകുനിയും അടിസ്ഥാനപരമായിട്ട് ആസുരീ സമ്പത്ത് ഏറെയുള്ള ആളാണ്. അക്കാര്യത്തിൽ ഒരു കുറവുമില്ല. അനന്തരവനെ പോലെ തന്നെ അമ്മാവനും. പക്ഷേ
ജീവിതാനുഭവങ്ങളും ലൗകിക ജീവിതത്തിൽ സംയമനം പാലിക്കേണ്ടത് ജീവിത വിജയത്തിന് ആവശ്യമാണ് എന്നുള്ള പ്രായോഗിക ബുദ്ധിയും ചേർന്നിട്ടാണ് ശകുനി ആദ്യം ദുര്യോധനന്റെ ഈ താല്പര്യങ്ങളെ എതിർത്തത്. പക്ഷെ അതിന് ദുര്യോധനൻ വഴങ്ങുന്നില്ല. ദുര്യോധനൻ പല പല കാരണങ്ങൾ അതിന് പറഞ്ഞു കേൾപ്പിക്കുന്നു എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശകുനിയുടെ ഉള്ളിലും ശകുനി തൽക്കാലം നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ആ ആസുരീ സമ്പത്ത് വളർന്ന് കടുതീ പോലെ പ്രവർത്തിച്ചു തുടങ്ങി. ശകുനി പറഞ്ഞു, അല്ലയോ ദുര്യോധന, പാണ്ഡവന്മാരെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ കേൾപ്പിക്കാം. ഒന്നുകൂടി ശകുനി തന്റെ മനസ്സിലും പാണ്ഡവന്മാരെ തോൽപ്പിച്ച് ആ ഐശ്വര്യമെല്ലാം നേടിയെടുക്കണമെന്നുള്ള മോഹം വളർന്നു തുടങ്ങിയെങ്കിലും അതിലെ വിപത്തുകൾ ഓർത്തിട്ട് ശകുനി ഇങ്ങനെ പറഞ്ഞു. എന്ന് മാത്രമല്ല, യുദ്ധത്തിന്റെ മാർഗമാണ് ദുര്യോധനൻ പറഞ്ഞ്, അതത്ര നല്ലതല്ല എന്ന് ദുര്യോധനെയും ഓർമ്മിപ്പിക്കണം. യുദ്ധത്തിൻ്റെതല്ലാത്ത മാർഗത്തിലൂടെ ഈ പാണ്ഡവന്മാരുടെ ഐശ്വര്യത്തെ പിടിച്ചെടുക്കുന്നതാണ് നല്ലത് എന്ന് അങ്ങേയറ്റം വഞ്ചനാവൃത്തിയായിരിക്കുന്ന ശകുനിയുടെ ഹൃദയത്തിൽ അപ്പോൾ തിളങ്ങി തുടങ്ങി. അതുകൊണ്ട് ദുര്യോധനൻ അത് സമ്മതിക്കാൻ പാകത്തിന്, കപടതന്ത്രങ്ങൾ സമ്മതിക്കാൻ പാകത്തിന് ശകുനി പാണ്ഡവന്മാരുടെ ബലത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ യുദ്ധത്തിൽ പടക്കളത്തിൽ ജയിക്കുക എളുപ്പമല്ലെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ധനഞ്ജയോ വാസുദേവോ ഭീമസേനോ യുധിഷ്ഠിരഃ നകുലഃ സഹദേവശ്ച ദ്രുപദശ്ച സഹാത്മജൈഃ നേതേ യുധി പരാജേതും ശക്ത്യാ ദേവഗണൈരപി. അല്ലയോ ദുര്യോധന, ദേവഗണങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നാൽ പോലും ഇവരെ ആരെയും പടക്കളത്തിൽ തോൽപ്പിക്കാനാവില്ല. ആരൊക്കെയാത്? കൃഷ്ണനോടൊപ്പം നിൽക്കുന്ന ധനഞ്ജയൻ, അർജുനൻ, അതേപോലെ തന്നെ ഭീമസേനൻ, ലോകം കണ്ട ബലശാലികളിൽ അഗ്രിമൻ, പിന്നെയോ ആയുധ വിദ്യയില് അങ്ങേറ്റം നിപുണനായ യുധിഷ്ഠിരൻ, നകുലൻ, സഹദേവൻ, പിന്നെ ദ്രുപദൻ. ദ്രോണന്റെ സഹപാഠി കൂടിയാണ് അദ്ദേഹം. ദ്രോണൻ പഠിച്ച വിദ്യകൾ നല്ലൊരു ശതമാനവും ദ്രുപദന്റെയും കയ്യിലുണ്ട്. മോശക്കാരനല്ല എന്നുള്ളത് നീ ഓർത്തുകൊള്ളണം. അദ്ദേഹത്തിന്റെ മക്കൾ ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയ ആളുകൾ, ദൃഷ്ടദ്യുമ്നുണ്ട്, ശിഖണ്ഡിയുണ്ട്, അവരെല്ലാം വലിയ വീരന്മാരാണ്. അങ്ങനെയുള്ളതാ ഇവരെ ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ ദേവഗണങ്ങൾക്ക് പോലും സാധ്യമേ അല്ല. എന്തുകൊണ്ടെന്നാൽ മഹാരഥ മഹേശ്വാസാഹ, അവരെ മഹാരഥന്മാരാണ്, സാധാരണക്കാരല്ല, രഥികൾ പോലുമല്ല, അതിനും അപ്പുറം വളരെ വളർന്ന് മഹാരഥന്മാരാണ്. വലിയ വില്ല് കയ്യിലേന്തിയവർ, അത് അതിഗംഭീരമായിട്ട് പ്രയോഗിക്കാൻ സാമർഥ്യമുള്ളവർ, ദിവ്യങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങൾ തപോബലം കൊണ്ട് നേടിയവർ എന്ന് മാത്രമല്ല, യുദ്ധദുർമദാഹ, യുദ്ധം ചെയ്യുന്ന കാര്യത്തില് അവര് അങ്ങേയറ്റം പ്രഗത്ഭന്മാർ, അങ്ങേയറ്റം ഉത്സാഹശീലന്മാർ. ഏതാണ്ടൊരു ഉന്മാദം പോലെ ആയിരിക്കും അവർ പടക്കളത്തില് യുദ്ധം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ. അവരെ പിടിച്ചു നിർത്താൻ ആർക്കും സാധ്യമേ അല്ല. അത്ര കണ്ട് അഹങ്കാരികളാണ് പടക്കളത്തിലിറങ്ങിയ അവരെല്ലാവരും. അവരെ യുദ്ധം കൊണ്ട് ജയിക്കാൻ പറ്റൂല. ദ്രോണനുണ്ടെങ്കിലും അതേപോലെ നിന്റെ അനുജന്മാരുണ്ടെങ്കിലും കർണനുണ്ടെങ്കിലും ഒന്നും സാധ്യമല്ല. പാണ്ഡവന്മാരുടെ ബലത്തെക്കുറിച്ച് ഞാൻ നന്നായി അളന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും നിന്റെ ആഗ്രഹം നടപ്പിലാക്കി തരാം. അതിനൊരു മാർഗമുണ്ട്. ആ മാർഗം വേറെ ആരുടെ കയ്യിലുമില്ല. അത് നേരത്തെ പറഞ്ഞ ആളുകളുടെ ആരുടെയും കയ്യിലില്ല, എന്റെ കയ്യിലുണ്ട്. അഹം തു തദ്വിജാനാമി വിജേതും യേന ശക്യതേ. അവരെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും, അവരുടെ സമ്പത്ത് മുഴുവൻ എങ്ങനെ പിടിച്ചെടുക്കാൻ കഴിയും, അതിനുള്ളതായ മാർഗം
എന്റെ കയ്യിലുണ്ട്, എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് അല്ലയോ ദുര്യോധന, നീ ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ദുഃഖത്തിന്റെ ആധിക്യത്താൽ, അതൊക്കെ നീ അങ്ങ് വിട്ടുകള. നീ ജീവിച്ചിരിക്കണം, ആനന്ദത്തോടുകൂടിയിരിക്കണം, ഈ ലോകത്തിന് മുഴുവൻ ചക്രവർത്തിയായിരിക്കണം. അതിന് വേണ്ടുന്നത് ഈ അമ്മാവൻ ചെയ്തു തരുന്നുണ്ട്. അത് യുദ്ധത്തിൽ കൂടിയല്ല, യുദ്ധത്തിൽ കൂടി സാധ്യമല്ല.